നോക്കി പറയാം, വെറും മൊട്ടക്കുന്നിനെ, ആരും കയറി വരാൻ മടിച്ചോണ്ടിരുന്ന വെറും കുന്നിൻ മുകളിനെ എൻ്റെ ദൈവം മുന്തിരിത്തോട്ടമാക്കി. അവിടെ അവൻ മെനക്കെട്ടു. നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ വീട്ടിലെ പണി നടന്നോ? നിങ്ങളിൽ അത് സംഭവിച്ചോ? പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് ഉപവാസ പ്രാർത്ഥനയുടെ മാസമാണ്. നിങ്ങളുടെ മക്കൾ വെറും മൊട്ടക്കുന്നായി കിടക്കുക, ഒരു പണിക്കും പോകില്ല, നിങ്ങളോടും മിണ്ടില്ല. നിങ്ങൾ ഒരു തരം അമ്രമുഖി അന്തർമുഖിയായിട്ടിരിക്കുക, ഒരു വരുമാനമില്ല, വെറും മൊട്ടക്കുന്ന്. എന്നാൽ ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ മൊട്ടക്കുന്നിനെ മുന്തിരിത്തോട്ടമാക്കുന്ന ദൈവമാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഷാജി പാസ്റ്റർ അല്ല. ഇവിടെ ആരുണ്ടൊക്കെ പ്രസംഗിക്കാൻ വരാൻ വേണ്ടി ദൈവദാസന്മാരെ വിളിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ ദാസന്മാർ. അവരാരും അല്ല, അവർക്കാർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് മൊട്ടക്കുന്നിനെ മുന്തിരിത്തോട്ടമാക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതം ഇന്ന് ഒരു വരുമാനമില്ലാത്ത, ഒരു വഴിയില്ലാത്തൊരു പ്രയോജനമില്ലാത്ത, ആരും തിരിഞ്ഞു നോക്കാത്ത, ആരും കയറി വരാൻ മടിക്കുന്ന വെറും മൊട്ടക്കുന്നാണെങ്കിൽ എൻ്റെ ദൈവം തമ്പുരാൻ ഇസ്രായേൽ എന്ന മൊട്ടക്കുന്നിനെ മുന്തിരിത്തോട്ടമാക്കിയതുപോലെ എൻ്റെ ജീവിതത്തെ മുന്തിരി